അധ്യാപക പുനർനിയമന കൈക്കൂലി കേസിൽ സെക്രട്ടേറിയറ്റിലെ ഫയലുകൾ പരിശോധിക്കാൻ അനുമതി തേടി വിജിലൻസ്. പൊതുഭരണ വകുപ്പിന് വിജിലൻസ് ഡയറക്ടർ കത്ത് നൽകും. സെക്രട്ടേറിയറ്റ് ജീവനക്കാരനായ സുരേഷ് ബാബു കേസിൽ അറസ്റ്റിലായിരുന്നു. പാലാ വിദ്യാഭ്യാസ ഉപജില്ലയിലെ അധ്യാപകരുടെ പുനർനിയമനത്തിനുള്ള ഫയലുകൾ ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞ് കൈക്കൂലി വാങ്ങിയ കേസിൽ വിജിലൻസ് അന്വേഷണം സെക്രട്ടേറിയറ്റിലേക്ക് വ്യാപിപ്പിക്കുന്നു. സെക്രട്ടേറിയറ്റിലെ ഫയലുകൾ പരിശോധിക്കാൻ അനുമതി തേടി പൊതുഭരണ വകുപ്പിന് വിജിലൻസ് ഡയറക്ടർ കത്ത് നൽകും. കോട്ടയം വിജിലൻസ് യൂണിറ്റിന്റെ ശുപാർശയെ തുടർന്നാണ് നടപടി. പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഫയലുകളാണ് വിജിലൻസിന് പരിശോധിക്കേണ്ടത്. കേസിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥനായ സുരേഷ് ബാബു നേരത്തെ അറസ്റ്റിലായിരുന്നു. അറസ്റ്റിലായ ഒന്നാം പ്രതി വടകര സ്വദേശി വിജയനുമായി സുരേഷ് ബാബു ഇടപാടുകൾ നടത്തിയിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. 1.5 ലക്ഷം രൂപയാണ് പരാതിക്കാരായ അധ്യാപകരിൽ നിന്നും പ്രതികൾ കൈക്കൂലി വാങ്ങിയത്. കൈക്കൂലി വാങ്ങാൻ ശ്രമിക്കുന്നതിനിടെയാണ് വിജയൻ പിടിയിലായത്. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് സുരേഷ് ബാബുവിന്റെ പങ്ക് അന്വേഷണ സംഘത്തിന് ബോധ്യമായത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേന്ദ്രീകരിച്ച് കൂടുതൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിനാണ് ഫയലുകൾ പരിശോധിക്കാൻ അനുമതി തേടി കത്ത് നൽകാൻ വിജിലൻസ് തീരുമാനിച്ചത്. ന്യൂസ് മലയാളം, കോട്ടയം.